കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കെ പ്രേംകുമാർ MLA പറഞ്ഞു. അപ്പോൾ ഇതിൽ കേരള പോലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് നമ്മുടെ പാലക്കാട് SP ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിലെല്ലാം ഒരു പ്രത്യേകമായി താല്പര്യമെടുക്കുകയും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവിടെ കേരള പോലീസ് ഉൾപ്പെടെ അവിടെ പോവുകയും കാര്യങ്ങൾ നമുക്ക് ഒരു വഴിത്തിരിവിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ കാണാനില്ല എന്ന പരാതിയിൽ ഇങ്ങനെ ഒരു വിഷമകരമായൊരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. തുടർന്നുള്ള കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ രക്ഷിതാക്കളുടെയൊക്കെ അവരുടെ ആശങ്കകൾ ഉൾപ്പെടെ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. വസ്തുത പുറത്തു വരട്ടെ, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ശരിയായ നിലയിൽ നടക്കട്ടെ. അതിനുശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസും ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയുമുണ്ട്. ആദ്യം ഷാരിഖിലേക്കാണ്. ഷാരിഖ്, ശ്രീനന്ദയെ നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ശ്രീനന്ദയുടെ മരണവാർത്തയാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. ഒപ്പം തന്നെ ഈ കുടുംബം ഒരുപാട് കാര്യങ്ങളിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്, അല്ലേ? അനൂപ്, തീർച്ചയായും അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. അതായത് നമ്മൾ രാവിലെ ഈ വീട്ടിലേക്ക് 10 മണിയോടുകൂടി എത്തുമ്പോൾ അതായത് ശ്രീനന്ദയുടെ കൂടെ വിനോദസഞ്ചാരത്തിന് പോയ വലിയച്ഛൻ ശശികുമാർ ഈ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് ഈ ചിക്കമംഗലൂരിൽ നിന്ന് തിരിച്ചെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാനായാണ് 10 മണിയോടുകൂടി ഈ വീട്ടിലെത്തുന്നത്. പക്ഷേ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ശ്രീനന്ദയുടെ മരണവാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. ശ്രീനന്ദയുടെ മൃതദേഹം 1800 അടി താഴ്ചയിലുള്ള ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത പിന്നീട് വരുന്നു. ഈ കുടുംബം ഒരു വല്ലാതെ നെട്ടിലേക്ക് മാറുന്നു. കാരണം അവർ ഇന്ന് പോലും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ശ്രീനന്ദയെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെരച്ചിലൊക്കെ ഇന്ന് കൂടുതൽ പേർ, അതായത് 100ഓളം പേർ എത്തി. പോലീസ് ഉൾപ്പെടെ മറ്റ് വകുപ്പ് സേനകൾ ഉൾപ്പെടെയുള്ള അവരെത്തി 100ഓളം പേർ നിന്ന് തെരച്ചിൽ നടത്തുമ്പോൾ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന തീർച്ചയായുള്ള പ്രതീക്ഷയിലായിരുന്നു, ഉറപ്പിന്മേലായിരുന്നു ഈ കുടുംബം ഇന്നുണ്ടായിരുന്നത്. എന്നാൽ 1 മണിക്കൂറിനകം 11 മണിയോടുകൂടി ആ വാർത്ത മാറി. ഈ കുടുംബം വീണ്ടും ഒരു ദുഃഖകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി. ശ്രീനന്ദയുടെ മാതാപിതാക്കൾ, അതായത് രമേശും രേണു ഇപ്പോൾ ചിക്കമംഗലൂരിൽ തന്നെ തുടരുകയാണ്. അതുപോലെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കേണ്ടതുണ്ട്. നാളെ ആയിരിക്കും ഇതെല്ലാം പൂർത്തീകരിച്ച് ശ്രീനന്ദയുടെ മൃതദേഹം ഈ കടമ്പുഴപ്പുറത്തെ വീട്ടിലേക്ക് എത്തുക. വലിയ സന്തോഷത്തിൽ 40 അംഗങ്ങൾക്കൊപ്പം, അതായത് ഈ ശ്രീനന്ദയുടെ കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, അയൽവാസികളുണ്ട്. വലിയൊരു സംഘമാണ് കർണാടകയിലെ ചിക്കമംഗലൂരിലെ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കാണാനായി അവിടേക്ക് പോയത്. പിന്നീട് പെട്ടെന്നാണ് ഒരു 10 മിനിറ്റിനകമാണ് ഈ കുട്ടി ഫോട്ടോ എടുത്ത് തിരിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കാണാതാവുന്നത്. കുടുംബം അപ്പോൾ മുതൽ ആരോപണം ഉന്നയിക്കുന്നു. കാരണം ഈ കുട്ടിയെ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ഇവർ വ്യാപകമായി തിരച്ചിൽ നടത്തി. ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്തു പറയുന്ന സ്ഥലത്തൊന്നും വ്യാപകമായി തിരച്ചിൽ നടത്തി. ആളുകൾ ഇറങ്ങിത്തെരഞ്ഞു, പോലീസുകാർ അന്ന് തെരഞ്ഞു. എന്നാൽ അന്നൊന്നും മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 7-ാം തീയതി വൈകിട്ട് 5:30 മണി മുതൽ തുടങ്ങിയ തിരച്ചിലിൽ അന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞ 4 ദിവസം പിന്നിട്ട് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് വലിയ ദുരൂഹത ഇതിലുണ്ട്. കാരണം ആ പ്രദേശത്തുണ്ടായിരുന്ന കടക്കാർ, അത് താൽക്കാലികമായ കടകളിൽ നിന്നും ചോദ്യം ചെയ്തില്ല, മറ്റുള്ള ആളുകളെ, പ്രദേശവാസികളെ ചോദ്യം ചെയ്തില്ല. കർണാടക പോലീസ് ഒരു അലംഭാവം കാണിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം ഉന്നയിക്കുന്നു. അത്തരത്തിൽ ഈ ശ്രീനന്ദയുടെ ഈ തിരോധാനത്തിൽ അല്ലെങ്കിൽ ഈ ദുരൂഹ മരണത്തിൽ ശക്തമായ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. വിവരങ്ങൾ പങ്കുവച്ചത് ശ്രീനന്ദയുടെ വീട്ടിൽ നിന്നാണ് ഷാരിഖ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.